ആയുർവേദിക് ട്രീറ്റ്മെന്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു? ആയുർവേദ് കോട്ടക്കലുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. കോട്ടക്കൽ ആയുർവേദശാല ഇന്ത്യയിലെ ടോപ്പിൽ നിൽക്കുന്ന 50 ഹോസ്പിറ്റൽസുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. കഴിഞ്ഞൊരു വർഷമായിട്ട് കിക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് നമ്മൾ ടൈപ്പായിട്ട് 1200ഓളം പേഷ്യൻസിനെ എയർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. AM എന്ന് പറഞ്ഞാൽ 2 കമ്പനിയുടെ ജോയിന്റ് വെഞ്ചറാണ്. A for Aries ആൻഡ് M for Macins. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യമായ ഫൈസൽ മലബാറാണ്. ഫൈസലൊക്കെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഫൈസലൊക്കെ വെൽക്കം ടു ഷോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സോഹൻ സാറുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനി നമ്മൾ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ടൂറിസമാണ് ചെയ്യുന്നത്. മെഡിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മൾ UAE DHA ദുബായ് ഹെൽത്ത് അതോറിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള ടോപ്പ് 1 മെഡിക്കൽ ഫെസിലിറ്റേഷൻ കമ്പനിയാണ് നമ്മൾ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് ആർക്കെങ്കിലും ട്രീറ്റ്മെന്റ് പോകണമെങ്കിൽ അവരുടെ A to Z കാര്യങ്ങൾ, അതായത് ഡോക്ടറുമായിട്ടുള്ള കൺസൾട്ടേഷൻ, ഏത് ഹോസ്പിറ്റലിൽ അവർ പോകണം, ഏത് ഡോക്ടറെ അവർ കാണണം, ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എത്ര പൈസ അവർക്കാവും എന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ, എല്ലാ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റും നമ്മൾ ചെയ്യുന്നു. ഒരാൾക്ക് ഒരു 15 കിലോ കുറയ്ക്കണം. 15 കിലോ കുറയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഡയറ്റ് നോക്കണം. അതിന് ഡയറ്റീഷ്യൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജി അനുസരിച്ച് ലൈപ്പോസെക്ഷൻ അങ്ങനെ കുറേ സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന തായ്ലൻഡിലായാലും നമ്മുടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഉണ്ട് ലൈപ്പോസെക്ഷൻ. ഇവിടെയുണ്ട്. എല്ലാ സർവീസും എല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫൈസലിക്കയ്ക്ക് ഒരു സുഹൃത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ആവശ്യം വന്നു. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഏത് ഡോക്ടറിൻ്റെ അടുത്താണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് അറിയില്ല. കാരണം മെഡിക്കൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്ട്രെസ് ആയിട്ടുള്ള ജേണിയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ സുഖമില്ലാണ്ട് വന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. UAE നിന്ന് ഞങ്ങളൊരു പേഷ്യൻറ്റിനെ ഇന്ത്യയിൽ കൊണ്ടുപോയി, ഹൈദരാബാദ്. 2 മാസമായി. പുള്ളിക്ക് പാർക്കിൻസൺസ് ഡിസീസാണ്. പാർക്കിൻസൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വിറയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് ഒരു ഗ്ലാസ് വെള്ളം പോലും പുള്ളിക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിറച്ചുകൊണ്ട് വെള്ളം തുളുമ്പി താഴെ പോകും. 20 വർഷമായിട്ട് പുള്ളി ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ് പല രാജ്യത്ത്. പക്ഷേ അതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല. ഈ കേസ് നമ്മുടെ അടുത്ത് വന്നു. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ നമുക്കൊരു ജനറൽ ബോഡി ഉണ്ട്. ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മളിത് വെച്ചിട്ട് ഇന്ത്യയിലുള്ള ടോപ്പ് 20ഓളം ഹോസ്പിറ്റൽസിൽ നമ്മൾ വീഡിയോ കോൺഫറൻസിലൂടെ പേഷ്യൻറ്റുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്തു. അതിലൊരു ഹോസ്പിറ്റലിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് അവർക്കത് മാറ്റി കൊടുക്കാൻ എഗ്രി ചെയ്തു. പേഷ്യൻ്റ് അവിടെ പോയി 1 മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ മാത്രമല്ല, കൈ വിറയ്ക്കാതെ സിഗ്നേച്ചർ ഇടാൻ പോലും പുള്ളിക്ക് പറ്റി. പുള്ളി ഇപ്പോൾ തിരിച്ച് UAE-ലെത്തി. എന്ത് ട്രീറ്റ്മെൻറ്റും നമുക്ക് 250ഓളം ഹോസ്പിറ്റൽസുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഈ സർവീസ് നമ്മൾ പൊതുജനത്തിന് കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ആർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മെഡിക്കലുമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ചാർജ് ഇല്ല, പേഷ്യൻ്റ് സർവീസ് ചാർജ് ഇല്ല. അതിപ്പം CSR ആക്ടിവിറ്റി പോകണം. സോഹൻ സാർ പറഞ്ഞേക്കുന്ന ആദ്യത്തെ ഒരു 3-4 വർഷത്തേക്ക് ഡു ദ സർവീസ് ഓൾ ഫോർ ഫ്രീ. അദ്ദേഹം പറയുന്നത് മെഡിക്കലാണ്. അപ്പം നമുക്കതുകൊണ്ട് അവർക്കൊരു ആവശ്യമായിട്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫൈസലിക്ക് ഇപ്പം കൊച്ചിയിൽ അല്ലെങ്കിൽ പിന്നെ ചെന്നൈയിലോ അല്ലെങ്കിൽ ഹൈദരാബാദോ ഏതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തോ കാണണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വ്യക്തി ഇവിടുന്ന് അവിടെ പോകുന്നു, അവിടെ പോയി റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നു, മണിക്കൂറുകൾ അവിടെ ഇരിക്കുന്നു, ടോക്കൺ വരുന്നു, ആദ്യം ഒരു ഡോക്ടറെ കാണുന്നു, പുള്ളി അടുത്ത ഡോക്ടറെ റെഫർ ചെയ്യുന്നു. ഒരു 2-3 ദിവസത്തെ പരിപാടിയാണ് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിപ്പോകണമെന്നുണ്ടെങ്കിൽ. ഈ സെയിം സാധനം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുത്ത് തരും. നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. പുള്ളി നമ്മുടെ കോർഡിനേറ്റർ നിങ്ങളെയും കൊണ്ട് കാണേണ്ട ഡോക്ടറെ കണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്ന് പിന്നെ സ്കാനിങ് നമ്മൾ കൂടെ ഉണ്ടാവും. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. UAE-ലുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും ടൈപ്പ് ഉണ്ട്. ഓരോ പിന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യും. ഇവിടെ UAE-ൽ നമ്മളൊരു ചെറിയ രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നാട്ടിലത്തെ മാതിരിയല്ല, ഒരുപാട് ഒരു കൊട്ട ഗുളിക ഉണ്ടാവും. അതെന്താണ് ഇത്രയധികം ഗുളികൾ? എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗുളിക ചെറിയൊരു പനി വന്നാൽ നാട്ടിലൊക്കെ 1-2-3 ഗുളിക ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു കൊട്ട ഉണ്ടാവും. അതിനകത്ത് കുറേയൊക്കെ ടാബ്ലറ്റ്സ് അവർ തരുന്ന മൾട്ടിവൈറ്റമിൻസ് ഒക്കെ ആയിരിക്കും. അതായത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള. നാട്ടിൽ ചിലപ്പോൾ അത് എഴുതി തരത്തില്ലായിരിക്കും, അവർ അസുഖത്തിന്റെ മാത്രം തരും. ഇവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ്, ഒരു കാൽസ്യത്തിന്റെ ടാബ്ലറ്റ്, ഒരു വൈറ്റമിൻ ഡി ടാബ്ലറ്റ്, ഒരു 5-10 ഗുളിക കുടിക്കുമ്പോഴത്തെ മനുഷ്യന് ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ട് ചെക്കപ്പ് ചെയ്യുക. നമ്മുടെ കാർ ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഓരോ 16 കിലോമീറ്റർ നമ്മൾ സർവീസ് ചെയ്യും, അല്ലേ? മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യും.
എല്ലാ വർഷവും നമ്മൾ ഇൻഷുറൻസ് എടുക്കും. അത് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള റൂട്ടീൻ ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ആയുർവേദിക് ട്രീറ്റ്മെന്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ആയുർവേദ് കോട്ടക്കലുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. കോട്ടക്കൽ ആയുർവേദശാല നമ്മുടെ നാട്ടിൽ. അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സോമതീരം ആയുർവേദിക് സെൻ്ററുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ഇവിടുന്ന് ഒരുപാട് എമറാത്തീസ് നമ്മുടെ കെയർ ഓഫിൽ കോട്ടക്കലിലും സോമതീരത്തിലും എല്ലാം പോയിട്ടുണ്ട്. അവർ നമ്മളുടെ ത്രൂ പോകുന്നതുകൊണ്ട് അവർക്ക് വിസ, അവരുടെ A to Z, അവരുടെ വിസ, ട്രാൻസ്പോർട്ടേഷൻ എന്നുകൊണ്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടീമായിരിക്കും. അപ്പം അവർക്കൊരു ഹാസിൽ ഫ്രീ ആയിട്ട് പോകാം, ടെൻഷൻ ഇല്ലാണ്ട് പോകാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം ട്രിപ്പ് ആണെങ്കിൽ അതും A to Z അവർക്ക് അതാ പറഞ്ഞത്, മെഡിക്കൽ ടൂറിസമായിട്ട് ബന്ധപ്പെടുന്ന വേണമെങ്കിൽ നമുക്ക് അവിടെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും. അത് നമ്മൾ അവരുടെ സർവീസ് ചാർജ് വാങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ കോർഡിനേഷൻ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് AM ഹെൽത്ത് ഹബ് എന്ന് പറയുന്ന കമ്പനി. ഞാനും സോഹൻ സാറോടാണ് ചെയ്യുന്നത്. AM എന്ന് പറഞ്ഞാൽ 2 കമ്പനിയുടെ ജോയിന്റ് വെഞ്ചറാണ്. A for ഏരീസ് ആൻഡ് M for മാക്കിൻസ്. സാറിൻ്റെ കമ്പനിയുടെ പേര് ഏരീസ് എന്നാണ്, എൻ്റെ കമ്പനിയുടെ പേര് മാക്കിൻസ് എന്നാണ്. അതാണ് AM ഹെൽത്ത് ഹബ്. അതിൽ എയർ ആംബുലൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു വർഷമായിട്ട് ക്വിക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ട് 1200ഓളം പേഷ്യൻസിനെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പല രാജ്യത്തേക്ക്. കഴിഞ്ഞ ആഴ്ച 4 ദിവസം പ്രായമായ ഒരു കുട്ടിയെ, അതായത് ഡോക്ടേഴ്സ് അടക്കം പറഞ്ഞാണ് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞൊരു കുട്ടിയെ നമ്മൾ ഇവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് കുട്ടിയുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ പറ്റി. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആ പേരൻസ് അല്ല അവരുടെ കൂടപ്പിറപ്പുകളുടെ നമുക്കൊരു ഫോൺ കോൾ ഇട്ടിട്ട് നമ്മൾ പറയും, സാർ എൻ്റെ പ്രതീക്ഷ അറ്റുപോയി നിന്നപ്പോഴാണ് AM ഹെൽത്ത് ഹബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞത്. അത് വി ആർ വെരി ഹാപ്പി എന്ന് നമ്മളെ വിളിച്ചു. ഇപ്പോൾ 1.5 വർഷമായി തുടങ്ങിയിട്ട് 1500-2000ഓളം പേഷ്യൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എവറിഡേ നമുക്ക് കോൾസ് വരാറുണ്ട്. ഇവിടെയായാലും വിദേശത്തു നിന്നും വരാറുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കോൾസ് വരാറുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ UAE കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ത്യയിലും കൊണ്ടുപോയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് അവർക്ക് കൺഫ്യൂഷൻസ് ആണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് ഡോക്ടറെ കാണണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും, നല്ല ആൾക്കാരുടെ അടുത്ത് പോയാൽ നമുക്ക് ഇന്ത്യയിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു 50 ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് എടുത്താൽ നമ്മൾ എല്ലായിടവും നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ, ഫോർട്ടിസ് ഹോസ്പിറ്റൽ, അസ്ട്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അമൃത, ലേക്ക് ഷോർ, കിംസ് ഹൈദരാബാദ്, കിംസ് കേരള, പിന്നെ ഒരുപാട് ഹോസ്പിറ്റൽ പേരെടുത്ത് പറഞ്ഞാൽ ടോപ്പ് നിൽക്കുന്ന, ഇന്ത്യയിലെ ടോപ്പിൽ നിൽക്കുന്ന 50 ഹോസ്പിറ്റൽസുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. സാധാരണ അങ്ങനെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വലിയ പാടാണ്. ബേസിക്കലി നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടാണ്. അല്ലെങ്കിൽ അവിടത്തേക്ക് ഒരു ബെഡോ ഒരു സർജറി വരണമെങ്കിൽ ഇന്ന് ആവശ്യം വന്നാൽ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഡേറ്റ് കിട്ടുക. അങ്ങനെയുള്ള ഹസാർഡ്സ് എല്ലാം നമ്മൾ ത്രൂ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് എല്ലാ ഹോസ്പിറ്റൽസും ഡയറക്ടർ ബോർഡുമായിട്ടൊക്കെയാണ് നമ്മൾ MOU സൈൻ ചെയ്തേക്കുന്നത്. സോ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഫെസിലിറ്റി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതാണ് മെയിനായിട്ട് AM ഹെൽത്ത് ഹബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏതൊരു പ്രവാസിയാണെങ്കിലും ഇതിനെക്കുറിച്ച് അവയർനെസ് ഒന്നും ഉണ്ടാവില്ല. രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആകെ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പം അവർ പെട്ടെന്ന് AM ഹെൽത്ത് കെയറിൽ ബന്ധപ്പെടുക. പ്രത്യേകിച്ച് പ്രവീണിൻ്റെ നമ്പർ തന്നെ അതെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ മാതിരി സർവീസ് ചാർജ് ഒന്നും ഇല്ലാണ്ട് അവർ ചെയ്യുന്നതായിരിക്കും. അത് അവരൊരു എന്താ പറയുക, അതൊരു CSR ഉദ്ദേശിച്ച് തന്നെ ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ഒരുപാട് ആൾക്കാർ നിങ്ങളെ ബന്ധപ്പെടും. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ സമ്മറൈസ് ചെയ്ത പോയിന്റ് ഇതാണ്, ആർക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരുപാട് ചെയ്യലുണ്ട് കേട്ടോ. ചെയ്യലുണ്ട്. ഞാനും പല ആൾക്കാർ എന്നെ വിളിക്കും ഹോസ്പിറ്റലില് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട്. നമ്മളിവിടെ അസ്റ്റർ 1-2 ഹോസ്പിറ്റലിൽ എനിക്കും നല്ല കണക്ഷൻസ്. മിംസ് ഹോസ്പിറ്റലിൽ കോഴിക്കോട്, അതുപോലെ ബേബി മെമ്മോറിയൽ, പിന്നെ മൈത്ര, ഈ 3 സ്ഥലത്ത് എനിക്ക് കണക്ഷൻസ് ഉണ്ട്. അത് വെച്ച് ആ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഓർമ്മയായിരിക്കും. അതെ. അല്ല, ഇപ്പം ഈ അടുത്തിടെ എൻ്റെ കസിന് തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ ഒരു സർജറി പറഞ്ഞു. അപ്പം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റലിൽ വിളിച്ചത്. അപ്പം 14 ദിവസം കഴിഞ്ഞൊരു ഫ്രൈഡേ ആണ് ആ ഡോക്ടറുമായിട്ട് അപ്പോയിൻമെൻ്റ് ഉള്ളൂ. അപ്പോൾ എസ്പെഷ്യലി പേരൻസിനെ സംബന്ധിച്ച് ടെൻഷനാണ്. തൈറോയിഡ് ഗ്രോത്ത് ഉണ്ട്, എന്താ ചെയ്യുക എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ 14 ദിവസം വരെ അവർക്ക് ഇരിക്കാൻ ടെൻഷൻ. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തു, തിങ്കളാഴ്ച കോൺടാക്ട് ചെയ്തു, ബുധനാഴ്ചത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തു. അവർ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ സർജറി വേണം, ഈ ഫ്രൈഡേ
കമ്മിങ് ഫ്രൈഡേ. ആ ഒരു സർവീസ് അത്യാവശ്യമാണ്. അത് അത്യാവശ്യമാണ്. കാരണം ആൾക്കാർ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആയി പോകും. പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷനായി പോകും. അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കും. മെയിനായിട്ട് ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും വിളിക്കണ്ട. കുട്ടിക്ക് എന്തെങ്കിലും പെട്ടെന്ന് വന്നാൽ എന്താ ചെയ്യുക? പാരന്റ്സ് ആകെ ഇതാ പാനിക്കാവും. എത്ര കേസുകൾ വന്നിട്ട് നമ്മളുടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നറിയാം. ഈ ഒരു കഴിഞ്ഞൊരു വർഷമായിട്ട് 1500-ഓളം 2000-ഓളം കേസുകൾ നമുക്ക് ഡെയിലി ഫോൺ കോൾസ് വരും. ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾ എയർ ആംബുലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു വീൽ ചെയറിലുള്ള ഒരാൾക്ക് ഇപ്പം പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് നാട്ടിൽ പോകണമെങ്കിൽ എങ്ങനെയാണ് അതിന്റെ? അതായത് എയർ ആംബുലൻസിനകത്ത് 2-3 കാറ്റഗറി ഉണ്ട്. അതായത് ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സാധാരണ കൊണ്ടുപോകുക. അപ്പം 2 രീതിയിലുള്ള എയർ ആംബുലൻസ് സർവീസ് ഉണ്ട്. ഒന്ന്, നമുക്ക് പ്രൈവറ്റ് ജെറ്റ് ഒരു കമ്പനിയായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഇച്ചിരി എക്സ്പെൻസീവ് ആണ് പ്രൈവറ്റ് ജെറ്റ്. സാധാരണ ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ എല്ലാ എയർവേസ് കമ്പനീസ് ടൈപ്പ് ഉണ്ട്. എമിറേറ്റ്സ്, എത്തിഹാദ്, എയർ ഇന്ത്യ, എയർ അറേബ്യ, എല്ലാ കമ്പനിയായിട്ടും നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ടിക്കറ്റിന് അഡീഷണൽ ആയിട്ട് ചാർജ് വരും ഇതിന്. സാധാരണ ഒരാൾക്ക് 15,000 ദിർഹംസ് തൊട്ട് നാട്ടിൽ പോകാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇപ്പോൾ ഒരാൾ ഇവിടെ ICU കിടക്കുന്നു വെച്ചു. എങ്ങനെയൊക്കെ കേസുകളിലാണ് ഈ എയർ ആംബുലൻസിന് റിക്വയർമെന്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു ആക്സിഡന്റ് ആയി ഒരു ഇൻഷുറൻസ് ഇല്ല, വീൽ ചെയറിലായി ഇപ്പൊ ആൾക്ക് ചെറിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഫർദർ ട്രീറ്റ്മെന്റിന് നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ മെഡിക്കൽ ടീം നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യും. ആ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം നോക്കും. അയാൾക്ക് തൊട്ടടുത്ത ഏത് ഫ്ലൈറ്റിലാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നോക്കുക. അപ്പോൾ അതിന് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ആണ്. അതായത് എത്തിഹാദിലോ എമിറേറ്റ്സിലോ എയർ ഇന്ത്യയിലോ നമ്മൾ അവരുമായിട്ട് നമുക്ക് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ അവിടെ ഈ പുള്ളിയെ ഒന്നുകിൽ വെന്റിലേറ്റർ വേണമെങ്കിൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ സ്ട്രെച്ചറിനകത്ത് നമ്മുടെ മെഡിക്കൽ ടീമിൻ്റെ കൂടെ നമ്മുടെ ഡോക്ടർ കൂടെ പോകും. അതായത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ആംബുലൻസിൽ പിക്ക് ചെയ്തിട്ട് ഫ്ലൈറ്റിലെത്തിക്കും. ഫ്ലൈറ്റിൽ നിന്ന് ഏത് രാജ്യത്തോട്ടാണോ അവരുടെ ഹോം കൺട്രിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ആ എയർപോർട്ടിൽ നിന്നും ആംബുലൻസിൽ ഏത് ഹോസ്പിറ്റലിലേക്കാണോ പോകേണ്ടത് ആ ഹോസ്പിറ്റലിൽ വരെ നമ്മുടെ മെഡിക്കൽ ക്രൂ കൂടെ പോകും. അതിപ്പോൾ ഇന്ത്യയിലൊക്കെ സാധാരണ ഒരു 15,000 ദിർഹംസ് തൊട്ട്. ആൾക്കാരുടെ ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊരു സംഭവമാണ്. ലാസ്റ്റ് സ്റ്റേജിൽ അവരറിയുന്നുള്ളൂ ഇങ്ങനെ എയർ ആംബുലൻസ് എന്ന് തോന്നുന്നൊരു, കാരണം എപ്പോഴും കേൾക്കുന്ന ഒരു പദമല്ല എയർ ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് അവരറിയുക ഇങ്ങനൊരു ഫെസിലിറ്റി അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു എമർജൻസി ഘട്ടത്തിൽ എത്രയും നേരത്തെ നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നു നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അത് സാധിക്കും. ചില ആൾക്കാരെന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു എക്സാമ്പിൾ ഉണ്ടായത്, മെയ് മാസം ഫസ്റ്റ് വീക്കിൽ ഒരു എൻക്വയറി വന്നു. ഒരു ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യൻറ്റ് ബെഡ് റിഡൻ ആയിരുന്നു. അപ്പോൾ അവർ ICUവിൽ ഇവിടെ പെർ ഡേ 5,000, 10,000, 15,000, ചിലപ്പോൾ 50,000 വരെ പെർ ഡേ ICU എക്സ്പെൻസ് ആവുന്നുണ്ട്. ആ പൈസയുടെ പകുതി എക്സ്പെൻസ് മതി ഈ പേഷ്യൻറ്റിനെ ഇവിടുന്ന് ഫ്ലൈ ചെയ്തിട്ട് ഹോം കൺട്രിയിൽ പോയിട്ട് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കൈൻഡ് ഓഫ് ടൈം ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും, ലാസ്റ്റ് സ്റ്റേജിൽ ഓരോ ദിവസം കഴിയുന്തോറും അസുഖം കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ മെഡിക്കൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് AM ഹെൽത്ത് ഹബിനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് AM ഹെൽത്ത് ഹബിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത്. സോ എന്തായാലും ആൾക്കാരെ ബന്ധപ്പെടും. ആൾക്കാർ അതൊരു വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അതെ, AM ഹെൽത്ത് ഹബിൻ്റെ. കാരണം പെട്ടെന്ന് പറഞ്ഞമാതിരി എപ്പോഴാണ് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അതെ. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എയർ ഇന്ത്യ അഹമ്മദാബാദിൽ നിന്ന് കുറെ ആൾക്കാർ പ്രതീക്ഷയോട് കൂടിയിട്ട് യാത്ര, ഹസ്ബൻഡിനെ കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, അവിടെ പിന്നെ പാരൻസിനൊക്കെ കണ്ട് തിരിച്ചങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട്, ബന്ധുക്കളെ കണ്ടു പോകുന്നവരുണ്ട്. അവരൊരു വല്ല പ്രതീക്ഷയോടു കൂടിയാണ് ഇറങ്ങുന്നത്. പെട്ടെന്നാണ് എന്ത് സംഭവിക്കുന്നത്, ആക്സിഡന്റ്. മാത്രമല്ല അവിടെ MBBS പഠിക്കുന്ന കുട്ടികൾ അവിടെ പോയിട്ട് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വന്ന് ഫ്ലൈറ്റ് അപ്പം പെട്ടെന്ന് അവരുടെ ജീവിതം പോവുകയാണ്. കുറെ ആൾക്കാർക്ക് പരിക്ക് പറ്റി. എപ്പോഴാണ് ആൾക്കാർക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് മെഡിക്കൽ എന്ന് പറഞ്ഞ ഒരു സംഗതി, ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ അതാണ് നമ്മളുടെ ആ ഒരു ഗ്യാപ്പാണ്. ഞാൻ ഇവിടെ അന്ന് ചോദിച്ചില്ലേ മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം തുടങ്ങാനുണ്ടായ കാരണം എന്താണ്. അവ പറഞ്ഞു അവിടെ ഈ ആൾക്കാർ ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ സ്വർണ്ണം വാങ്ങിക്കുന്ന സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു തോന്നിയത്. അതേപോലെയാണ് AM ഹെൽത്ത് ഹബിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവിന് സ്പൈനിനൊരു ഇഞ്ചുറി ഉണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാസത്തോളം നമുക്ക് നല്ലൊരു അഡ്വൈസ്, കാരണം സ്പൈൻ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സർജറിയാണ്. കാരണം എന്തെങ്കിലും ചെറിയൊരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ പാരലൈസ് ആയിപ്പോവും അല്ലേ, സ്പൈൻ നട്ടലിന് വരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു മെഡിക്കൽ അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് പല ഡോക്ടേഴ്സിനെയും പല ഹോസ്പിറ്റൽസിനെയും പിടിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കിട്ടിയില്ല. ആ ഒരു ഗ്യാപ്പാണ് AM ഹെൽത്ത് ഹബ് ഫുൾഫിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എവിടെ കിട്ടുന്നു, ഏത് ഹോസ്പിറ്റലിൽ കിട്ടുന്നു, ഏത് റൈറ്റ് ഡോക്ടർ റൈറ്റ് ഡോക്ടറുടെ അടുത്ത് കിട്ടുന്നു. പിന്നെ നമ്മൾ 3-4 ഹോസ്പിറ്റൽസിൽ നിന്നും കൊട്ടേഷൻ വാങ്ങിയിട്ട് അവരുടെ മാത്രമല്ല അവർക്കുള്ള അവയർനെസ്സും എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നും അതെ എന്തൊക്കെ ടെസ്റ്റ് ട്രെയിനിങ്ങും അതെ അതെ അവർക്ക് ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എത്ര ചെലവുണ്ടാവും. നിങ്ങളായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പകുതി സൂക്കേട് കുറയും. പകുതി സൂക്കേട് അതെ പകുതി അസുഖം കോൺഫിഡൻസ് നമ്മുടെ ടീം നമ്മുടെ മെഡിക്കൽ ക്രൂ തന്നെ പോകും അവരുടെ അടുത്ത് പോയിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കും. അവരുടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് ആണെങ്കിൽ വീഡിയോ കോൺഫറൻസ്. ഉദാഹരണം പറയാം, ഇപ്പോൾ ഫൈസലിക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾക്ക് ഒരു ന്യൂറോ സർജറി വേണമെന്ന് വെച്ചു. സാധാരണ ന്യൂറോ സർജറി ചെയ്യാനായിട്ട് അവരിപ്പോൾ യൂറോപ്പിൽ ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ഇവിടുന്ന് പോകണം ഡോക്ടറെ കാണണമെങ്കിൽ, കറക്റ്റ് ഇവിടുന്ന് അവിടെ യാത്ര ചെയ്യണം. അപ്പോൾ ഈ സുഖമില്ലാത്ത ആളാണ് അവിടെ യാത്ര ചെയ്യേണ്ടത്. എന്നിട്ടാണ് അവിടെ പോയി മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം കൊടുത്തിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ ത്രൂ പോവുകയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആ ഡോക്ടറുമായിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൺഫറൻസ് അറേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ആ മെഡിക്കൽ ഡാറ്റ എല്ലാം കൊടുക്കാം. ഡോക്ടർ പറയും നിങ്ങളുടെ അസുഖം ഇതാണ്, നിങ്ങളുടെ അസുഖം, ഇതിന് ഇന്ത ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതിന് ഇത്ര ചിലവാണാവുന്നത്, നിങ്ങൾ ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണം. അപ്പം നിങ്ങൾ ആൾറെഡി നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാ തയ്യാറെടുപ്പോടുകൂടി പോവാം. മെഡിക്കൽ ജേർണി എന്ന് പറയുന്ന ആ മെഡിക്കൽ യാത്ര തയ്യാറെടുപ്പോടുകൂടി പോകുമ്പോൾ നമുക്ക് ഇത്തിരി ആശ്വാസം കിട്ടും അല്ലേ? അല്ല നമ്മളൊന്നും ഇല്ലാതെ പോകുമ്പം ഒരു കൺഫ്യൂഷനായിട്ട് പോകുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. ആ സ്ട്രെസ് എന്ന് പറയുന്ന സാധനത്തെ ഇല്ലാതാക്കുന്നതാണ് AM ഹെൽത്ത് ഹബ്. ദാറ്റ് വാട്ട് വി ആർ ഡൂയിങ്. AM ഹെൽത്ത് ക്ലബിന്റെ ഓഫീസ് നമുക്ക് JBR ഒരു ഓഫീസുണ്ട്, കിസൈസിൽ ഓഫീസുണ്ട്, ഇന്ത്യയിൽ ഓഫീസുണ്ട്. ഇപ്പം നമുക്ക് ഏരീസ് നമുക്ക് കൊച്ചിയിലുണ്ട് ഓഫീസുണ്ട്. പിന്നെ ഏരീസിന് ഇപ്പം മൊത്തം ഏകദേശം 25-30 രാജ്യത്ത് ഏരീസിന് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ അടുത്ത 3 വർഷത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ 30 രാജ്യത്തും AMന്റെ ഓഫീസ് ഏരിയസിന്റെ ബ്രാൻഡുള്ള എല്ലായിടത്തും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ AM നമ്മൾ കോർപ്പറേറ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ മലബാർ ഗോൾഡിൽ 25,000 സ്റ്റാഫ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, കറക്റ്റ്. നമ്മളുമായിട്ട് കോർപ്പറേറ്റ് ടൈപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ വർഷത്തിൽ 2-3 വട്ടം നമ്മൾ ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ആയിട്ട് ഫ്രീ ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് നിങ്ങളുടെ പ്രിമിസി വന്നിട്ട് ചെയ്തു തരും. ബേസിക് ചെക്കപ്പ്, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, നിങ്ങളുടെ BP കാര്യങ്ങളെല്ലാം നമ്മൾ ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലോട്ട് അയ്യപ്പായിട്ട് നമ്മൾ അവിടെ വന്നിട്ട് ചെയ്തു കൊടുക്കും. അതിൽ നിന്ന് എന്തെങ്കിലും അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇനിഷ്യലി മനസ്സിലാവും. 1. 2, ഈ 25,000 എംപ്ലോയീസിൻ്റെ ഫാമിലിക്കോ അവരുടെ റിലേറ്റീവ്സിനോ അവർക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അഡ്വൈസും സെക്കൻഡ് ഒപ്പീനിയൻ സജഷൻസ് എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് കോർപ്പറേറ്റ്സുമായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10ഓളം കോർപ്പറേറ്റ്സുമായിട്ട് UAE തന്നെ കഴിഞ്ഞൊരു 4 മാസമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ഈ 10 കോർപ്പറേറ്റ്സിൽ ഏകദേശം ഒരു ചില ഓഫീസിൽ 2,500 പേര്, 1,000 പേര്, 500 പേര്, ഏകദേശം ഒരു 10-20,000 എംപ്ലോയീസിന് ഇപ്പോൾ AM ഹെൽത്ത് ഹബിൻ്റെ സർവീസ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾ ആർ ഹാപ്പി. അപ്പം അവർക്ക് ഉദാഹരണം എന്ന് വെച്ചാൽ അവരുടെ മെഡിക്കൽ ലീവ് കുറയ്ക്കാൻ പറ്റും. മെഡിക്കൽ ലീവ് കൂടുതൽ എടുക്കുന്തോറും അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കും, അവരുടെ സാലറി അത് ബാധിക്കും, എല്ലാം അത് ബാധിക്കും, കറക്റ്റ്. ഇപ്പം നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലുമായിട്ട് എല്ലാ കണക്ഷൻസും നമ്മൾ എല്ലാ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അത് അവർക്ക് ഭയങ്കര സമാധാനമാണ്. ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. ആൾക്കാർക്ക് ആരെയാണ് കാണിക്കേണ്ടത് അറിയില്ല, ഏത് ഹോസ്പിറ്റലാണ് പോകേണ്ടതെന്ന് അറിയില്ല. അത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ പിന്നെ ഇൻഷുറൻസുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചില ഇൻഷുറൻസ് കമ്പനികൾ അവിടെ അപ്രൂവൽ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ദിവസം, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പം ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ത്രൂ പോകുമ്പോൾ നമുക്ക് എല്ലാ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇൻഷുറൻസ് കമ്പനിയെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇമീഡിയറ്റ്ലി അവരുടെ ക്ലെയിം നമ്മൾ അപ്രൂവൽ ആക്കി കൊടുക്കും. ഡെഡിക്കേറ്റഡ് ടീം, ഏത് രാജ്യമാണെങ്കിലും നമുക്ക് ചെയ്യും, എവിടെയാണെങ്കിലും ചെയ്യും. നിങ്ങൾ DHAയുടെ ദുബായ് ഹെൽത്ത് അതോറിറ്റി വെബ്സൈറ്റിൽ പോയാൽ ആദ്യം കാണുന്ന ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയാൽ ആദ്യം കാണുന്ന കമ്പനി AM ഹെൽത്ത് ഹബ്, ദ ഫസ്റ്റ് കമ്പനി. നമ്മുടെ നമ്മളെ പേരാണ് ആദ്യം വരിക സെർച്ച് ചെയ്യുമ്പോൾ. 1.5 വർഷം കൊണ്ട് ആ ലെവലിൽ എത്തി നമ്മുടെ കമ്പനി. ദൈവം സഹായിച്ച് ആ ലെവലിൽ എത്തി. ഒരുപാട് പേരുടെ സഹകരണവും സപ്പോർട്ടും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം അടുത്തൊരു 3 വർഷം കൊണ്ട് ഒരു 25 രാജ്യത്തേക്ക് ഇതിനെ വ്യാപിപ്പിക്കാനാണ് സോഹൻ സാറിൻ്റെ വിഷൻ. നമ്മളെല്ലാം അതിന് കൂടെ. ഓൾറെഡി 30 രാജ്യത്ത് ഇപ്പോൾ ഓപ്പറേഷൻ ഉണ്ടല്ലോ. ഏരീസിന് ഇപ്പം ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ ഈസി. അതെ, നമുക്ക് ആ ഓഫീസിലേക്ക് ടീം ഉണ്ടായതുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്യാനാണ് ഇപ്പം മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സംരംഭത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് നമ്മളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് AM ഹെൽത്ത് ഹബ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ബിസിനസ്സാണ് താങ്കൾ ചെയ്യുന്നത്? ഫൈസലൊക്കെ അറിയാം, ഞാൻ 2011 അവസാനമാണ് UAE എത്തുന്നത്. അപ്പം 2014 ഞാനായിട്ട് 1 വയസ്സിന്റെ മുപ്പാങ്ങളെ ഞാൻ 2012 അവിടെ എത്തിയേ. സീരിയസ്ലി? ഓക്കെ.
ശരി, ഓക്കെ. അപ്പോൾ ഞാൻ ഈ AM ഹെൽത്ത് ഹബ് എന്ന് പറഞ്ഞത് ഇപ്പോൾ സോൺസാറുമായിട്ട് റീസെൻ്റ്ലി അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയൊരു സ്ഥാപനമാണ്. നന്നായി പോകുന്നു. പിന്നെ 2014 മാക്കിൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. 2014 ട്രേഡ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയത് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ടാണ്. നമ്മളിപ്പോൾ UAE ഇപ്പം ഇവിടുത്തെ എല്ലാ വലിയ മാൾസിലും, ഇമാറിൻ്റെ ആയാലും ദുബായ് മാള്, പിന്നെ മാൾ ഓഫ് എമിറേറ്റ്സ് എല്ലാം ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ടിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ജോയിനറി നമുക്കിപ്പോൾ കിസൈസിലാണ്. കിസൈസിലുണ്ട്. പിന്നെ ഷാർജയിൽ ഒരു കമ്പനിയായിട്ട് വിസ്ഡം എന്ന് പറഞ്ഞൊരു ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനിയായിട്ട് നമ്മൾ ജോയിൻ വെഞ്ചറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് മാക്കിൻസിൻ്റെ മെയിൻ വെർട്ടിക്കൽ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ടാണ്. ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് നമ്മൾ വീട്, അതായത് ലക്ഷറി വില്ലകൾ, നോർമൽ വില്ലകളിൻ്റെ റിനോവേഷൻ ചെയ്യുന്നുണ്ട്. പുതിയ ഏതെങ്കിലും ഷോപ്സ് തുടങ്ങാനായിട്ട്, ക്ലിനിക്സ്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ ഓഫീസ് സ്പേസസ്, അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡിസൈൻ ബിൽഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് ഡിസൈനും എല്ലാം അല്ല, നമുക്ക് ഇൻഹൗസ് ഡിസൈൻ ടീമുണ്ട്. ഡിസൈൻ ടീം നമ്മൾ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് മാക്കിൻസ് നിങ്ങളൊരു സിഗ്നേച്ചറായിട്ട് ചെയ്ത ഒരു പ്രൊജക്ട് ഏതാണ്? സിഗ്നേച്ചറായിട്ട് നമ്മൾ ചെയ്ത പ്രോജക്റ്റ് ഇപ്പോൾ മാൾ ഓഫ് എമിറേറ്റ്സിൽ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞൊരു ഷോറൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റെഡ് കാർപ്പറ്റിൻ്റെ. പിന്നെ ഇപ്പം ഈ ആഴ്ച ഹാൻഡ് ഓവറാണ് കിസൈസിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ക്ലിനിക്ക്. അതൊരു പോളി ക്ലിനിക്കാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു ടീമാണ്. അവർ ആദ്യമായിട്ട് ഫസ്റ്റ് ബ്രാഞ്ച് അവർ സ്റ്റാർട്ട് ചെയ്യണം. അവർക്ക് 2 വർഷത്തിനകത്ത് വെച്ച് 10-30ഓളം ക്ലിനിക്സ് ഇവിടെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അത് മാക്കിൻസ് ലക്സ് പ്രോപ്പർട്ടീസ് എന്നാണ് കമ്പനിയുടെ പേര്. ഇവിടുത്തെ ടോപ്പായിട്ടുള്ള 50ഓളം വരുന്ന ടോപ്പ് ഡെവലപ്പേഴ്സുമായിട്ട് നമ്മൾ ഇന്റീരിയർ കമ്പനി നിങ്ങളായിട്ട് തുടങ്ങിയതാണല്ലോ, ഡാഡിയായിട്ട് ഫാദറായിട്ട്? അച്ഛനെ അറിയാമല്ലോ ഫൈസലേക്ക്. അച്ഛൻ ഇവിടെ വന്നിട്ട് 1993 തിരിച്ചുപോയി. ഞാനിവിടെ കോളേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. നാട്ടിൽ അച്ഛന് ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ വന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് എല്ലാ ഡെവലപ്പേഴ്സുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ നല്ല ഗൈഡൻസ് കൊടുത്തിട്ട് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് അപ്രീസിയേഷൻ വാല്യൂ കിട്ടും, ഏത് ഡെവലപ്പർ, അവർക്ക് ഓരോരുത്തർക്ക് ഓരോ ചോയ്സ് ഉണ്ടാവും. ചിലർക്ക് വീട്, ചിലർക്ക് ഏത് ലൊക്കേഷൻ, ചിലർക്ക് ബഡ്ജറ്റ്, ഇതിനെല്ലാം നമ്മൾ അവർക്ക് ഫ്രീ അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ട് റിയൽ എസ്റ്റേറ്റ്, മെയിനായിട്ട് മെഡിക്കൽ ടൂറിസം ചെയ്യുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട്. ഇതാണ് നിങ്ങളുടെ എല്ലാ ബിസിനസ്സുകളും നല്ല രീതിയിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അടുത്ത് നിന്ന് സർവീസ് കിട്ടുന്ന ആൾക്കാരും ഹാപ്പി ആയിട്ട് പോട്ടെ. നല്ല എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഫൈസലിക്കയ്ക്ക് എല്ലാവിധമായ ആശംസകളും, എസ്പെഷ്യലി നിങ്ങളുടെ ഹെൽത്ത് എപ്പോഴും നന്നായിരിക്കട്ടെ. നമുക്ക് എപ്പോഴും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് വെച്ച് ഫൈസലിക്ക എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ഓടി വരാൻ നിങ്ങൾക്ക് ദൈവം അതിനുള്ള ആരോഗ്യവും മനസ്സും തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.